ഹലോ നമസ്കാരം. നിഫ്റ്റിയുടെ ഇന്നലെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു വീഡിയോ ഷോർട്ട് ഇട്ടിരുന്നു. ഈ ഒരു ഏകദേശം റീജിയണിൽ എത്തിയ ശേഷം 22,800 സംതിങ് എത്തിയ ശേഷം കയറി പോകാൻ വെച്ചെങ്കിൽ അതിൽ കണ്ടിന്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇതിൽ തുടക്കത്തിൽ തന്നെ അപ്പ് വന്നു കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യൽ തിരിച്ച് താഴേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നില്ല, ഒരു റീടെസ്റ്റ് പോലെ വന്നിട്ട് തിരിച്ച് കയറുക ചെയ്തത്. പക്ഷേ ഇവിടെ ഇപ്പോഴും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്, ഫെയർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് പോയിരിക്കുന്നത്. ഇതൊരു 30 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചർ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബേസ്മെൻറ്റ് ഏറ്റവും താഴ്ന്ന് വന്നിട്ടുണ്ട്. അതൊരു 26,100 വരെ മിനിമം പോകുന്നതാണ്. ഇതതിൻ്റെ മിനിമം റേഞ്ചും ഇതിൻ്റെ മാക്സിമം, ഇതാണ് അതിൻ്റെ ടാർഗറ്റ് സോൺ എന്ന് പറയുന്നത്. 26,000 തൊട്ട് 26,100 വരെ. അപ്പോൾ അതുപോലുള്ള ചെറിയൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ വോളട്ടിലിറ്റി ആയിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ മുകളിൽ പോയാൽ എക്സ്റ്റൻഷനാണ് വരുന്നത്. അത് പൊതുവെ ഉണ്ടാവാറില്ല, വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ്. ഇനി ഇത് ഒരു ഡേ വൈസ് ക്യാൻഡിൽ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കൽ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഓഹരി വിപണി ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവ്മെൻറ്റ്, ഈ താഴേക്ക് വന്ന മൂവ്മെൻറ്റും ഈ വരുന്ന മൂവ്മെൻറ്റും ഒക്കെ അതിൽ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. ഇതൊരു എക്സ്പാൻഡിങ് ട്രയാങ്കിളാണെന്ന് ഏകദേശം നമ്മൾ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ഒരു പ്ലോട്ടാണ്. അത് A എന്ന് പറയുന്നത് നമ്മൾ മുമ്പത്തെ കഴിഞ്ഞ വർഷം 2024 താഴേക്ക് വന്നു. അതിന് ശേഷം B വേവ് ആണ് മുകളിലേക്ക് ഉണ്ടായത്. അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവുന്നതാണത്. ഒരു ട്രയാങ്കിൾസുകളാണ് കൂടുതൽ അവിടെ ഉണ്ടാവുക. ശേഷം ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വന്ന് വീണ്ടും ഒരു C വേവ് ഉണ്ടാകുന്നതാണ് പൊതുവെ ഇതിൻ്റെ കോമൺ തിയറി. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാർട്ട്, ഈ ഒരു പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 25,400 ബുള്ളിഷായിട്ട് നിൽക്കുന്നവർ, സ്വിങ് ഒക്കെ ചെയ്യണവർ, മാർക്കറ്റിനെ നിഫ്റ്റിനെ നോക്കിക്കൊണ്ട് ഈ സ്വിങ് ട്രേഡ് ചെയ്യണവരുണ്ടെങ്കിൽ 25,300 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത, ഇതിൽ 5 വേവ്സ് ആയിരിക്കും. 5 മൂവ്മെൻറ്റ്സിലാണ് എല്ലാ പാറ്റേണുകളും ഉണ്ടാകുന്നതാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് വേവിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 127% ആയിരിക്കും. ശേഷം 78% കറക്റ്റ് ചെയ്ത ശേഷം 200% വരെ പോകും. ഇതാണ് ടോട്ടൽ സ്ട്രക്ചർ. ശേഷം ഒരു A വരും, പിന്നെ ഒരു B വരും, പിന്നെ ഒരു C. ഈ C 78% കറക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിളുടെ പ്രത്യേകത. അപ്പോൾ അത് അവിടെ നിന്ന് കണ്ടിന്യൂഷൻ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രം നിൽക്കുക. ഓക്കെ, ഇത് ഓൾറെഡി B വേവ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. B വേവ് ഇങ്ങനെ ചെറിയൊരു കളിപ്പിക്കലുള്ള സ്വഭാവമുള്ള സാധനമാണ്. അതൊന്ന് നോക്കിയും കണ്ടും കളിക്കുക.